ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വളരെ ഭംഗിയായിട്ട് അങ്ങോട്ട് പഠിച്ചു തുടങ്ങാൻ പോകുകയാണ്. ഓക്കെ അല്ലേ? ഈ ഒരു ടോപ്പിക്ക് വളരെ നല്ലതുപോലെ തന്നെ മനസ്സിലേക്ക് പതിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ. ഒന്നാമത്തെ കാര്യം, നമ്മൾ LCM മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടൈം ആൻഡ് വർക്കിലെ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്. 99% ചോദ്യങ്ങളെയും സോൾവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് LCM കണ്ടുപിടിക്കാനുള്ള വഴി മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ ആണോ? അതിന് വേണ്ടിയിട്ട് സ്ലാഷ് മെത്തേഡിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്ലാഷ് മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. LCM കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ്. ഓക്കെ ആണോ? എളുപ്പമാകുന്ന ഒരു വഴിയാണ്. ഓക്കെ അല്ലേ? രണ്ടാമത് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഓരോ ചോദ്യങ്ങളും സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കി തന്നെ വേണം എന്ത് ചെയ്യാൻ, മുമ്പോട്ടേക്ക് പോകാൻ. കാര്യം എന്താണെന്നറിയോ? ഓരോ ചോദ്യത്തിനകത്തും എന്താണോ പറഞ്ഞിരിക്കുന്നത്, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ഓരോ ലോജിക്കുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യേണ്ടതുണ്ട്. ആ ലോജിക് അനുസരിച്ചാണ് ആ ചോദ്യങ്ങൾ ചെയ്തു പോകേണ്ടതെന്ന് മനസ്സിലാക്കി വരിക. അതായത് കൃത്യമായ പ്രാക്ടീസ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഉണ്ടാകണം എന്ന് വരികിൽ ഈ ഒരു ടോപ്പിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ടോപ്പിക്കായി മാറും എന്നതാണ് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാ? ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്കാണ്. ഈ ഭാഗത്ത് കുറച്ച് ബേസിക്സ് പറഞ്ഞു തരാനുണ്ട്. ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് പഠിച്ച് മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കോണം. ഒന്നാമത്തെ കാര്യം, എഫിഷ്യൻസി ഈസ് എ കോൺസ്റ്റന്റ്. എഫിഷ്യൻസി ഈസ് എ കോൺസ്റ്റന്റ്. ഒന്നാമത് പറഞ്ഞു തരാനുള്ള ഒരു പോയിന്റ് ഇതാ. എഫിഷ്യൻസി എന്തായിരിക്കും മക്കളെ? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താ മക്കളെ ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞാല്? വർക്ക് ഡൺ ഇൻ 1 ഡേ. വർക്ക് ഡൺ ഇൻ 1 ഡേ. ഒരു ദിവസം കൊണ്ട് ഒരാൾ ചെയ്യുന്ന ജോലിയുടെ എണ്ണം, അല്ലെങ്കിൽ ആ ചെയ്യുന്ന ജോലിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എഫിഷ്യൻസി. ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ പറയത്തില്ലേ? സിംപ്ലി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വർക്ക് ഡൺ ഇൻ 1 ഡേ, ഒരു ദിവസം കൊണ്ട് എന്ത് ജോലി തീരും, അതിനെയാണ് എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. ഇതെല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ആണോ? ഉദാഹരണത്തിന് എ എന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ എ എന്ന വ്യക്തിക്ക് ഒരു ദിവസം 10 യൂണിറ്റ് ജോലികൾ ചെയ്യാൻ പറ്റും, അല്ലെ 10 ജോലികൾ ചെയ്യാൻ പറ്റും. എങ്കിൽ 10 ദിവസം കൊണ്ട് എത്ര ജോലികൾ തീരുമെന്ന് ചോദിച്ചാൽ, ഗുണം 10 അങ്ങോട്ട് ഇട്ടാൽ നമുക്ക് പറഞ്ഞൂടെ 100 ജോലികൾ തീരും. കണ്ടോ? അവിടെ നമ്മൾ ഈ പറഞ്ഞ 10 എന്ന ഒരു കപ്പാസിറ്റി ഇല്ലേ, ആരുടെ കപ്പാസിറ്റിയാ? എയുടെ കപ്പാസിറ്റി ഇല്ലേ? അല്ലെങ്കിൽ ആ കപ്പാസിറ്റി തന്നെയാണ് അവിടുത്തെ എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അതായത് എഫിഷ്യൻസി എന്ന് പറയുന്നതാകുന്നതിനെ സൂചിപ്പിക്കാൻ പല സ്ഥലങ്ങളിലും പലതാകുന്ന വാക്കുകൾ വരും. ചിലയിടത്ത് എഫിഷ്യൻസി എന്ന് പറയും, ചിലയിടത്ത് കപ്പാസിറ്റി വെച്ചിട്ടായിരിക്കും പറയുക. ഈ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കണേ. പിടികിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഒരു ഇക്വേഷൻ ആണ്. എന്താണ് ആ ഇക്വേഷൻ ഒന്നും ശ്രദ്ധിച്ച്. അടുത്ത ബേസിക്സിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്താണ് ആ ഇക്വേഷൻ നോക്കേ. എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. എന്താടാ, എത്ര വർക്കുകളാണ് അവിടെ ടോട്ടൽ ആയിട്ടുള്ളത്? മക്കളെ, ഈ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത് LCM വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക കേട്ടോ. LCM വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക ടോട്ടൽ വർക്കിനെ. ആ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ LCM വെച്ച് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ മനസ്സിലാവും. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ് എന്തെന്ന് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ചില ചോദ്യങ്ങളിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കണം? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് കണ്ടുപിടിക്കണം. ഇനി ചോദിക്കുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ആണെങ്കിലോ, ചിലപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ആണെങ്കിലോ, ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. എഫിഷ്യൻസി ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. എന്തോ വരൂടാ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എന്തോന്ന് എടുക്കണം? എഫിഷ്യൻസി എന്ന് എടുക്കണം. ഓക്കെ ആണോ? ഇനി ഞാനിപ്പോ ഈ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണെന്ന് നിങ്ങൾക്കറിയാലോ. ടൈം അല്ലേ? അതുകൊണ്ട് ഇവിടെ നിന്ന് അടുത്ത നാലാമത്തെ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എഫിഷ്യൻസി എന്ന് പറയുന്ന ആളും ടൈം എന്ന് പറയുന്ന ആളും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ ആണോ? ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ചിലതാകുന്ന ചോദ്യങ്ങളിൽ എഫിഷ്യൻസി തരും. എഫിഷ്യൻസികളുടെ റേഷ്യോ ആയിരിക്കും തരുന്നത്. ആദ്യത്തെ ആളിന്റെ എഫിഷ്യൻസി E1, രണ്ടാമത്തെ ആളിന്റെ എഫിഷ്യൻസി E2 എന്നാണെങ്കിൽ ഇത് എന്തിനു തുല്യമായിരിക്കും? ടൈം വെച്ച് നോക്കിയാൽ T2 ഈസ് T1 തുല്യമായിരിക്കും. ഈ ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ ആണോ? E1 ഈസ് E2 എന്ന് പറയുന്നത് എന്തിനു തുല്യം? T2 ഈസ് T1 തുല്യമായിരിക്കും. അതായത് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത്
ടൈമിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് എടുക്കുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ ആണോ? ഈ ഒരു കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ബേസിക് ആകുന്ന കാര്യങ്ങളായിട്ടുണ്ടാകും ടൈം ആൻഡ് വർക്കിനകത്തേക്ക് പോകാൻ. എന്തൊക്കെയാ പറഞ്ഞേ? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് എഫിഷ്യൻസി ആരാ? വർക്ക് ഡൺ ഇൻ വൺ ഡേയെ വിളിക്കുന്ന പേരാ, ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയെ വിളിക്കുന്ന പേര്. എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട എങ്ങനെ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഉദ്ദേശിക്കുന്നു? ടൈം. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ? LCM-ലൂടെ ആണെന്നും പറഞ്ഞു. നമ്പർ ഓഫ് ഡേയ്സ് ഇസ് ഈക്വൽ ടു എന്താകും? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. അതിനർത്ഥം എന്താണ്? E1 ഈസ് ടു E2 എന്ന് പറയുന്നത് T2 ഈസ് ടു T1 ഈക്വൽ ആയിരിക്കും. ഇനി ചിലതാകുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ഈ വർക്ക് എന്ന് പറയുന്ന സാധനത്തിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് മാറ്റി മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്താണ് നമ്മുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ വർക്ക് എന്നുള്ളൊരു കണ്ടീഷൻ വേണമെന്ന് നിർബന്ധമില്ല. അവിടെ നമുക്ക് അവൈലബിൾ വർക്ക് എന്നുള്ളൊരു കണ്ടീഷൻ എടുത്താലും മതിയാകും കേട്ടോ. ടോട്ടൽ വർക്ക് എന്നൊരു കണ്ടീഷനിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്, അവൈലബിൾ വർക്ക് എന്നൊരു കണ്ടീഷനിലേക്കായിരിക്കും ആ സമയത്ത് അങ്ങോട്ട് കാര്യങ്ങൾ പോവുക കേട്ടോ. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ടുകളൊന്നും ഇല്ലേ? ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഓരോ ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങാം കേട്ടോ. ദാണ്ടേ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് കേട്ടേ. എടാ, ഒരു ചോദ്യം നമുക്ക് തരും. ആ ചോദ്യത്തിനകത്ത് നമ്മുടെ ഒന്നാമത്തെ ടൈപ്പാണേ പറയുന്നത് കേട്ടോ. ആ ചോദ്യത്തിനകത്ത് എ എന്ന് പറയുന്ന ഒരാളിനെ പരിചയപ്പെടുത്തും, അതുപോലെ ബി എന്ന് പറയുന്ന ഒരാളിനെ പരിചയപ്പെടുത്തും. അവർ പറയുക എ എന്ന് പറയുന്ന ആള് എക്സ് നമ്പർ ഓഫ് ദിവസങ്ങൾ കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കും, ബി എന്ന് പറയുന്ന ആള് ഒരു വൈ നമ്പർ ഓഫ് ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും. എങ്കിൽ A+B എന്ന് പറയുന്ന ആള് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എ എന്ന് പറയുന്ന ആള് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യുമെന്ന് തരും, ബി എന്ന് പറയുന്ന ആൾ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യുമെന്ന് തരും. എങ്കിൽ A+B എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടൈപ്പ്. ഓക്കെ ആണോ? ഞാനിതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അവിടെ നിന്ന് ഈ പറയുന്ന ടൈപ്പും ബാക്കി കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് നോക്കേടാ. ഇപ്പൊ ഞാൻ പറയാ എ എന്ന് പറയുന്ന ഒരാള് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്നത് പരമാവധിയായി ഒരു 9 ദിവസങ്ങളാണ് എന്ന് വിചാരിക്കാം. എ എത്ര ദിവസം കൊണ്ടൊരു ജോലി തീർക്കും? 9 ദിവസം കൊണ്ടൊരു ജോലി തീർക്കും. അതേ ജോലി ബി എന്ന ആള് ചെയ്യുന്നത് 18 ദിവസം കൊണ്ടാണ്. എത്ര ദിവസം കൊണ്ടാണ് ബി ഒരു ജോലി ചെയ്ത് തീർക്കുന്നത്? 18 ദിവസം കൊണ്ട്. ഓക്കെ, എങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും എന്ന് കണ്ടുപിടിക്കൂ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. എയും ബിയും കൂടെ ചേർന്ന് കൊണ്ട് എത്ര ദിവസം കൊണ്ടെന്നാണ് അവരെന്ത് ചെയ്യുന്നത്? നമ്മളോട് ചോദിക്കുന്നത്. സോ A+B എന്ന് പറയുന്നതിന് എത്ര ദിവസം വേണ്ടി വരുമെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കും? അതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോണേ. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ളതാകുന്ന സെൻസിബിൾ ആകുന്ന ഡേറ്റകളെ അങ്ങോട്ട് എടുക്കുക. ഓക്കെ ആണോ? സെൻസിബിൾ ആകുന്ന ഒരു ഡേറ്റ അതാണ്ട് ഈ പറയുന്ന A 9 ദിവസം, B 18 ദിവസം. ഇതൊരു സെൻസിബിൾ ഡേറ്റയാണ്. ഈ ഒരു ഡേറ്റ അങ്ങോട്ട് എടുക്കുന്നു. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കുന്നു? LCM കണ്ടുപിടിക്കുന്നു. ഞാൻ പറഞ്ഞു മെജോറിറ്റി കേസുകളിലും LCM കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് കോമൺ സെൻസ് മാത്രം മതിയാകും. ഇവിടെ 9ന്റെ പട്ടികയിലാണല്ലോ 18 ഉള്ളത്, ശരിയല്ലേ? അതുകൊണ്ട് LCM എത്ര ആയിരിക്കും വരുന്നത്? 18 എന്നായിരിക്കും വരുന്നത്. ഡൗട്ടുകൾ ഇല്ലാതെ മനസ്സിലാക്കാമല്ലോ. LCM അപ്പൊ എത്ര ആയിരിക്കും വരുന്നത്? 18. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കേസ്, ഈ 18 എന്ന് പറയുന്ന ഈ LCM ഓഫ് ദ ഗിവൺ ഡേറ്റയെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ വർക്ക്. ഓക്കെ ആണോ? അതിനർത്ഥം ഇവിടെ നിലവിൽ ചോദ്യം പ്രകാരം എത്ര വർക്കുകൾ ഉണ്ട്? 18 യൂണിറ്റ്സ് ഓഫ് വർക്ക് ഉണ്ട്. എത്ര യൂണിറ്റ്സ് ഓഫ് വർക്ക് ഉണ്ട്? 18 യൂണിറ്റ്സ് ഓഫ് വർക്ക് ഉണ്ട്. ഈ 18 യൂണിറ്റ്സുകൾ കണ്ടോ, 9 ദിവസം കൊണ്ട് ആര് ചെയ്തു തീർത്തോളും? എ ചെയ്തു തീർത്തോളും. ഈ 18 യൂണിറ്റ്സുകൾ 18 ദിവസം കൊണ്ട് ആര് ചെയ്തു തീർത്തോളും? ബി ചെയ്തു തീർത്തോളും. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്ക് വേണ്ടത് എഫിഷ്യൻസി എന്ന് പറയുന്ന ആളിനെ കണ്ടുപിടിക്കണം. മക്കളെ, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ശരിയല്ലേ? ആണ്. അവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ആരാ മക്കളെ? ഏതാണ്ട് 18 ടോട്ടൽ വർക്ക്. നമ്പർ ഓഫ് ഡേയ്സ് എന്ത് ചെയ്ത് കിടക്കുന്നതാ? 9. അപ്പൊ എയുടെ എഫിഷ്യൻസി അറിയാൻ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് വർക്ക് ആകുന്ന 18 ഡിവൈഡഡ് ബൈ അവിടെ എത്ര ദിവസം കൊണ്ട് എ ചെയ്ത് തീരുമോ അതിന്റെ ഡേയ്സ് എടുക്കുക. അതാണ് 9. 18 ഡിവൈഡഡ് ബൈ 9 എത്ര? 2. ആ 2 ഈ ആരോ മാർക്കിന്റെ മുകളിൽ എഴുതുക. ഈ ഒരു സ്ട്രക്ചറിൽ വേണം എഴുതിപ്പാൻ. 2 അപ്പൊ എയുടെ ആരാ? എഫിഷ്യൻസി ആണ്. എയുടെ എഫിഷ്യൻസി ആണ് 2. ഓക്കെ ആണോ? അതിനർത്ഥം എന്താ? ഒരു ദിവസം 2 യൂണിറ്റ്സ് ജോലികൾ ചെയ്യുന്നുണ്ട് എ. ഓക്കെ ആണോ? ഒരു ദിവസം 2 യൂണിറ്റ്സ് ജോലികൾ ചെയ്തുകൊണ്ട്
ഓരോ ദിവസവും 2 യൂണിറ്റ്സ് ചെയ്തുകൊണ്ട് 9 ദിവസം കൊണ്ട് 18 യൂണിറ്റ്സും കംപ്ലീറ്റ് ആക്കിക്കോളും എ എന്നല്ലേ ഇതിന്റെ അർത്ഥം? ആണ്. എങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും മക്കളെ? 18 ഡിവൈഡഡ് ബൈ 18. കാര്യം എന്താ? ടോട്ടൽ വർക്ക് 18, നമ്പർ ഓഫ് ഡേയ്സ് 18. 18 ബൈ 18 എത്ര വരുന്നേ? 1. അപ്പൊ ബിയുടെ എഫിഷ്യൻസി 1. ഓക്കെ ആണോ? ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു എഫിഷ്യൻസി എന്ന് പറയുന്ന ആൾ എല്ലായ്പ്പോഴും ആരായിരിക്കും എന്നാ ഞാൻ പറഞ്ഞു? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞു. അത് തന്നെയാ ഇനി അങ്ങോട്ട് വേണ്ടേ. അതായത് എയും ബിയും കൂടെ ചേർന്ന് ജോലി ചെയ്യുമ്പോഴും എയുടെയും ബിയുടെയും എഫിഷ്യൻസികൾ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. എയുടെ എഫിഷ്യൻസി 2 തന്നെയായിരിക്കും, ബിയുടെ എഫിഷ്യൻസി 1 തന്നെയായിരിക്കും. അതിനർത്ഥം ഒരു ദിവസം കൊണ്ട് എയുടെ 2 ബിയുടെ 1 കൂടെ ചേർത്ത് 2 + 1 ദാറ്റ് വിൽ ബി എത്ര ജോലികൾ തീരുമായിരിക്കും ഒരു ദിവസം? 3 ജോലികൾ തീരും. ശരിയാണോ? ഒരു ദിവസം 3 ജോലികൾ തീരുന്നുവെങ്കിൽ ഈ 18 യൂണിറ്റ്സ് കംപ്ലീറ്റ് ആകാൻ എത്ര ദിവസം വേണം? നമ്പർ ഓഫ് ഡേയ്സിന്റെ ഇക്വേഷൻ അങ്ങോട്ട് പറഞ്ഞേടാ. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എന്തെന്ന് എടുത്താൽ മതി? എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാ? 3. കണ്ടോ? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എത്രയാ? 3. ടോട്ടൽ വർക്ക് എത്രയാ? 18. 18 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 6. സോ എത്ര ദിവസം കൊണ്ട് എ പ്ലസ് ബിയുടെ ജോലി തീരും? എയും ബിയും കൂടെ ചേർന്നാൽ 6 ദിവസം കൊണ്ട് ജോലി തീരും. കണ്ടോ? ഇത്രയും ആകുന്ന വളരെ നിസ്സാരമാകുന്ന കാര്യങ്ങളെ ഉള്ളൂ. പറഞ്ഞു തരാൻ സമയം എടുത്തിട്ടുണ്ടാകും, ചെയ്യാൻ അധികം സമയം വേണ്ട. ഇതാണ് രീതി. ഓക്കെ ആണോ? ഇനി ഇതേ സമയം അവർ ചോദിക്കുന്നതാകുന്ന രീതി വേറൊരു രീതിയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒന്നാമത്തെ തന്നിട്ടുള്ളതാകുന്ന ചോദ്യം ഒന്ന് നോക്കേ. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. തന്നിട്ടുള്ള ചോദ്യം എന്താണ് പറയുന്നത് നോക്കേ. എ ആൻഡ് ബി ടുഗെദർ ഡു എ പീസ് ഓഫ് വർക്ക്. ചോദ്യത്തിൽ സെൻസിബിൾ ഡേറ്റകളായി തന്നിട്ടുള്ളതിൽ ആദ്യം തന്നെ പറയുന്നത് എയും ബിയും കൂടെ ചേർന്നാണ് ജോലി ചെയ്യുന്നത്. അതായത് എയും ബിയും ചേർന്ന് എ പ്ലസ് ബി ജോലി ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ട് തീരും? 6 ദിവസം കൊണ്ട് തീരും. കണ്ടോ? എത്ര ദിവസം കൊണ്ടാണ് തീരുന്നത്? 6 ദിവസം കൊണ്ട്. അതുപോലെ എ ഒറ്റയ്ക്കാണ് പണി ചെയ്യുന്നതെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് അവർ പറയുന്നുണ്ട്? 9 ദിവസം കൊണ്ടാണ് ആ ജോലി തീരുന്നതെന്നും പറയുന്നുണ്ട്. ഈ 2 ഡേറ്റകൾ മാത്രമേ അവർ തരുന്നുള്ളൂ. 2 സെൻസിബിൾ ഡേറ്റയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നത് ബി എലോൺ എത്ര ദിവസം കൊണ്ട് തീരും. ഓക്കെ ആണോ? തന്നിട്ടുള്ളതാകുന്ന ഡേറ്റകളുടെ LCM അങ്ങോട്ട് എടുക്കുക. LCM എത്ര വരുമായിരിക്കും? 6, 9. LCM എത്ര വരുമായിരിക്കും? 18 LCM വരിക. ശരിയല്ലേ? അറിയാം, കണ്ണുകൊണ്ട് നോക്കി പറയാവുന്നതേ ഉള്ളൂ. ഈ 18 എന്ന് പറയുന്നവനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടോട്ടൽ വർക്ക് എന്ന് വിളിക്കാം. അതിനർത്ഥം മൊത്തം ഇവിടെ 18 യൂണിറ്റ് ജോലികളുണ്ട്. ഇനി നമ്മൾ പഠിച്ചതുപോലെ എഫിഷ്യൻസി എങ്ങനെയാ? 18 ഡിവൈഡഡ് ബൈ 6. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. 18 ബൈ 6 എത്ര മക്കളെ വരുന്നത്? 3. 18 ബൈ 9 എയുടെ എഫിഷ്യൻസി എത്ര വരുന്നത്? 2. ഓക്കെ ആണോ? ഇനി മനസ്സിലാക്കേ, എയും ബിയും കൂടെ ചേരുമ്പോൾ 3 എഫിഷ്യൻസി. എ മാത്രമുള്ളപ്പോൾ 2 എഫിഷ്യൻസി. നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓൾവേസ് ഒരു കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുന്ന ഒരാളാണ്. എഫിഷ്യൻസി ഒരു കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുന്ന ആളാണ്. ആയ കാരണം കൊണ്ട് തന്നെ എയും ബിയും കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് എയുടെ ജോലി എന്ന് പറയുന്നത് എത്ര തന്നെ? 2 തന്നെ. അവശേഷിക്കുന്ന 1 എന്ന് പറയുന്നത് കൂടി വരുമ്പോഴല്ലേ 3 ആകുന്ന. ആ 1 ആരുടെ എഫിഷ്യൻസി ആയിരിക്കും? ബിയുടെ. അതായത് 3 - 2 അതാണ് ബിയുടെ എഫിഷ്യൻസി. ശരിയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി 1. ഇനി നമുക്കറിയാം നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എന്താണ്? എഫിഷ്യൻസി. നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് എത്രയാ? 18 ഡിവൈഡഡ് ബൈ എത്രയാ? 1. സോ ആൻസർ എത്ര വരും? 18 നമ്പർ ഓഫ് ഡേയ്സ് എടുക്കും. ആരുടെ ജോലി തീരാൻ? 18 ദിവസം എടുക്കും. ആരുടെ ജോലി തീരാൻ വേണ്ടിയിട്ട്? ബി ഒറ്റയ്ക്ക് പണിയെടുത്താൽ. കണ്ടോ? ആദ്യം നമ്മൾ എ തന്നു, ബി തന്നു, എന്നിട്ട് എ പ്ലസ് ബി എത്രാന്ന് ചോദിച്ചു. ഇനി രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെ? അത് തിരിച്ചു ചോദിക്കും. എ പ്ലസ് ബിയും ഏതെങ്കിലും ഒരാളെ തരും, എ അല്ലെങ്കിൽ ബി. എന്നിട്ട് തരാത്തവൻ ആരാണോ അവനെ ചോദിക്കും. ഓക്കെ ആണോ? അതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു രീതി. ഇനി താണ്ടെ ഇതേ ചോദ്യത്തിന് ഇനി ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ദാ നോക്കെ, രംഗ ആൻഡ് രാജു ക്യാൻ കംപ്ലീറ്റ് ദ ടാസ്ക് ഇൻ 6 days. രംഗ എലോൺ ക്യാൻ ഡു ദ സെയിം ടാസ്ക് ഇൻ 18 days. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ ടാസ്ക് ബി കംപ്ലീറ്റഡ് ബൈ രാജു? രാജു എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാ ചോദിച്ചേക്കുന്നത്. ഞാനിവിടെ രംഗ എന്ന് പറയുന്ന ആൾക്ക് എ എന്ന് വിളിച്ചു, രാജു എന്ന് പറയുന്ന ആളെ ബി എന്ന് വിളിച്ചു. അപ്പോ എ എന്ന് പറയുന്ന ആൾക്കും ബി എന്ന് പറയുന്ന ആൾക്കും ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ പറ്റുന്നുണ്ട്? 6 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവർ പറയുന്നുണ്ട് കൂട്ടത്തിലെ ഒരാൾ, അതാരാ? രംഗ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നെങ്കിൽ, രംഗയെ എ കൊണ്ടല്ലേ സൂചിപ്പിച്ചത്, അത് എത്ര ദിവസം കൊണ്ട് തീരും? 18 ദിവസം കൊണ്ട് തീരും. എങ്കിൽ രണ്ടാമൻ ഒറ്റയ്ക്ക് പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. പണി ഇപ്പൊ ഈ ചെയ്തതാകുന്ന കാര്യം തന്നെയാണ് ഇവിടെയും വരിക. ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 18 തന്നെ വരും. 18 ബൈ 6 എന്ന് പറയുന്നത് 3. 18 ബൈ 18 എന്ന് പറയുന്നത് 1. 3 1 പോയാൽ എത്ര വരുന്നത്? 2. അതായിരിക്കും എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എയുടെ എഫിഷ്യൻസി ഇവിടെ 1 ആയതുകൊണ്ട് ബിയുടെ എഫിഷ്യൻസി 2 ആയിരിക്കും. 3 - 1 2. അതായത് 18 ഡിവൈഡഡ് ബൈ 2 എത്ര വരും മക്കളെ? 9. അതായത് 9 ഡേയ്സ് കൊണ്ടായിരിക്കും ആര് ജോലി കംപ്ലീറ്റ് ചെയ്യുക? ഈ പറയുന്ന
രാജു കംപ്ലീറ്റ് ചെയ്യുക. കണ്ടോ, ചോദ്യം എളുപ്പമാണേ. കണ്ടോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ടൈപ്പ്, 2 ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു ടൈപ്പിനെ വെച്ച് രണ്ടാമത് മറ്റൊരു ടൈപ്പ് കൂടെ ഉണ്ടാക്കി എടുത്ത് പഠിച്ചു നമ്മൾ. ഓക്കെ അല്ലേ? ആണ്. ഇനി നമുക്ക് ദാണ്ട് ഈ ഒരു ചോദ്യത്തിനകത്തോട്ട് പോകാം. എന്താ ഈ ചോദ്യത്തിനകത്തോട്ട് പറഞ്ഞേക്കുന്നതെന്ന് നോക്കേ മക്കളെ. ഇത് ആക്ച്വലി ഇതൊരു ആപ്ലിക്കേഷൻ ലെവലാകുന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതൊരു ആപ്ലിക്കേഷൻ ലെവലാകുന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നിസ്സാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇവനെ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്നതേ ഉള്ളൂ. എന്താണെന്ന് നോക്കാം മക്കളെ. ഇവിടെ രാമ പാക്സ് 36 ബോക്സസ് ഇൻ 1 hour. 1 മണിക്കൂർ കൊണ്ട് രാമ എന്ത് ചെയ്യുന്നുണ്ട്? 36 ബോക്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പാക്ക് ചെയ്യുന്നുണ്ട്. ഹർ സിസ്റ്റർ, അതായത് രാമന്റെ പെങ്ങള്, നീഡ്സ് 3 hours ടു പാക്ക് ദ സെയിം നമ്പർ. അതായത് ഇതേ 36 ബോക്സുകൾ പാക്ക് ചെയ്യാൻ ഇവിടെ എത്ര മണിക്കൂർ വേണം? 3 മണിക്കൂർ വേണം. അതായത് 1 മണിക്കൂർ കൊണ്ട് രാമൻ ചെയ്യുന്ന കാര്യം അവരുടെ സിസ്റ്റർ ചെയ്യുന്നത് 3 മണിക്കൂർ കൊണ്ടാണ്. ഇവിടെ ടൈം എന്ന് പറയുന്ന ആളിനെ സ്പെസിഫൈ ചെയ്യുന്നത് നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ടല്ല, ഹവേഴ്സിലാണ് എന്നൊരൊറ്റ കാര്യം മാത്രം ചിന്തിക്കണം കേട്ടോ. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞ ലോജിക്. ഓരോ ചോദ്യം വായിച്ചു മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഹൗ മച്ച് ടൈം വിൽ ദേ ടേക്ക് ടുഗെദർ ഇഫ് ദേ ആർ പാക്കിംഗ് 36 ബോക്സസ്? 36 ബോക്സുകളും അവർ പാക്ക് ചെയ്യണം എന്നാണെങ്കിൽ രണ്ടുപേരോടെ ചേർന്നിട്ടാണെങ്കിൽ എത്ര സമയം കൊണ്ട് തീരും? ടൈം ചോദിക്കുന്നത് മിനിറ്റ്സിലാണെന്നും ശ്രദ്ധിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, രാമൻ എന്ന് പറയുന്ന ആൾക്ക് എത്ര സമയം വേണമായിരുന്നു? 1 hour വേണമായിരുന്നു. അതേസമയം സിസ്റ്റർ ആകുന്ന ആ കുട്ടിക്ക് എത്ര മണിക്കൂർ വേണം? 3 മണിക്കൂർ വേണം. ഇവര് രണ്ടുപേരും പണിയെടുക്കുന്നത് ടോട്ടൽ ഓഫ് 36 നമ്പർ ഓഫ് ബോക്സുകൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണോ? ഇനി പറ എഫിഷ്യൻസി നോക്കേടാ. 36 ഡിവൈഡഡ് ബൈ 1, 36. അതായത് 1 മണിക്കൂറിൽ 36 ബോക്സുകൾ. അതാണ് ആരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കപ്പാസിറ്റി? രാമയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി. സിസ്റ്ററിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? 36 ഡിവൈഡഡ് ബൈ 3, 12. അതായത് 1 മണിക്കൂറിൽ 12 എണ്ണം പാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ രാമയും അതുപോലെ രാമയുടെ സിസ്റ്ററും കൂടെ ഒന്നിച്ചാണ് ആ ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു 36 + 12 എന്ന് പറഞ്ഞാൽ എത്ര വരുമായിരിക്കും? 48. എഫിഷ്യൻസികൾ സം ചെയ്യുക, എത്ര വരും? 48. ഇനി ടോട്ടൽ എത്ര ബോക്സുകളാണ് പാക്ക് ചെയ്യേണ്ട? 36 ബോക്സുകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ആകുന്ന 36 ബോക്സ് ഡിവൈഡഡ് ബൈ 2 പേരുടെയും കൂടി എഫിഷ്യൻസികളാകുന്ന 48. കണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വെട്ടി ചെറുതാക്കിയാൽ തന്നെ നമുക്ക് ആൻസറിനകത്തേക്ക് എത്താൻ പറ്റും. വെട്ടി ചെറുതാക്കി നോക്കേ. 36നെ എത്ര കൊണ്ട് വെട്ടാം? 12 കൊണ്ട് വെട്ടാം. 12 × 3 ആണ് 36. 12 × 4 ആണ് എത്ര വരുന്നത്? 12 × 4 ആണ് എത്ര വരുന്നത്? 48 വരുന്നത്. ഇനി ഈ 3/4 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രാക്ഷനാണ്. നമുക്കിതിനെ ഹവറിലാണ്, 3/4 ഹവേഴ്സ് എന്നാ ഇപ്പൊ കിട്ടിയേക്കുന്നത്. ഇതിനെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു 60 കൊണ്ട് ഗുണിച്ചാൽ മതി. എങ്ങനെ വരും മക്കളെ? ദാണ്ടേ ഈ പറയുന്നത് ഇങ്ങോട്ട് ഒന്ന് വെട്ടി മാറ്റിയാൽ മതി. 15 × 4 ആണ് എത്ര വരുന്നത്? 60. 15 × 3 അപ്പൊ എത്രയായി? 45 മിനിറ്റ്സ്. അതായത് നിലവിൽ 2 പേരും കൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ പരിപാടി ചെയ്താൽ 45 മിനിറ്റിനകത്ത് ഈ പറയുന്ന 36 ബോക്സുകളും പാക്ക് ചെയ്ത് തീരുമെന്നാണ് ഇതിന്റെ അർത്ഥം. പിടികിട്ടിയോ? അപ്പോ 36 ബോക്സുകൾ 1 മണിക്കൂറിൽ പാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി രാമയ്ക്കുണ്ട്. സിസ്റ്ററിന് 3 മണിക്കൂർ കൊണ്ട് 36 ബോക്സ്, അതായത് 1 മണിക്കൂറിൽ 12 എണ്ണം. ആ എഫിഷ്യൻസികൾ ആഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ 36 എന്ന് പറയുന്ന ടോട്ടൽ നമ്പറിനകത്ത് മാറ്റം വരുത്താതെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45 മിനിറ്റ് എന്ന് കിട്ടും. ആകെ ഇവിടെ അറിയേണ്ടത് ഈ 60 എന്തിന് ഇവിടെ കൂട്ടിച്ചേർത്തു? മിനിറ്റിനാണ് നമുക്ക് പ്രാധാന്യം. കാര്യം എന്താ? ചോദ്യത്തിന്റെ ഉത്തരം തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് മണിക്കൂറിൽ. ഓക്കെ അല്ലേ? മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കണം. ഈ ഒരു കാര്യം മാത്രം ഇവിടെ അറിഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കേടാ. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? എ മാൻ ആൻഡ് എ ബോയ് വർക്കിംഗ് ടുഗെദർ ക്യാൻ ഫിനിഷ് എ ടാസ്ക് ഇൻ 24 ഡേയ്സ്. ഇഫ് ഫോർ ദ ലാസ്റ്റ് 6 ഡേയ്സ് ദ മാൻ വർക്ക്സ് അലോൺ, then the task will be finished in 26 days. In how many days the boy alone can finish the work? അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ സെൻസിബിൾ ഡേറ്റ എന്ന് പറയത്തക്ക വിധത്തിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മാനും ബോയും കൂടെ ചേർന്ന് ജോലി ചെയ്യുന്നു. ആ 2 പേരും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി 24 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇതാണ് ഇവിടുത്തെ ചോദ്യത്തിനകത്തെ സെൻസിബിൾ ഡേറ്റ. ഇതല്ലാതെ മറ്റൊരു ഡീറ്റെയിലും നമുക്ക് ഇവിടെ നിന്ന് അപ്രോച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞേക്കുന്നത് നോക്കേ. 6 ദിവസം കൊണ്ട്, അവസാനത്തെ 6 ദിവസം കൊണ്ട് ആ മാൻ ഒറ്റയ്ക്കാണ് ജോലി ചെയ്തിരിക്കുന്നത്. അതായത് ബാക്കിയുള്ളതാകുന്ന 20 ദിവസങ്ങൾ, 26 ദിവസം കൊണ്ട് ആ ജോലി തീരുമെന്ന് പറയുമ്പോൾ അവശേഷിക്കുന്ന 20 ദിവസങ്ങളും മാനും ബോയും കൂടെ ഒന്നിച്ചായിരിക്കും ജോലി ചെയ്തിട്ടുണ്ടാകുക. എങ്കിൽ ഈ മൊത്തമാകുന്ന ജോലി ആ ബോയ് ഒറ്റയ്ക്കാണ് ചെയ്ത് തീർത്തത് എങ്കിൽ എത്ര ദിവസം കൊണ്ട് അത് തീരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ സെൻസിബിൾ ഡേറ്റ എത്ര മാത്രമേ ഉള്ളൂ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ
ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ആര് തന്നെ ആയിരിക്കും? ആ തന്നിരിക്കുന്ന ഡേറ്റയിലെ ആള് തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ എത്ര യൂണിറ്റ്സ് ഓഫ് വർക്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു? 24 യൂണിറ്റ്സ് വർക്കുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ ആണോ? എത്ര യൂണിറ്റ്സ് വർക്ക് അവിടെ ഉണ്ട്? 24 യൂണിറ്റ്സ് വർക്ക് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഐഡിയ കിട്ടിയോ? അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 24 യൂണിറ്റ്സ് ആണെന്ന് കിട്ടി. ഇനി പറഞ്ഞ 24 യൂണിറ്റ്സ് ആണ് ടോട്ടൽ വർക്ക് എങ്കിൽ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും? ഒരു ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർത്താൽ മതി. മാനും ബോയിയും കൂടെ ചേർന്ന് ഒരു ദിവസം ഒരു ജോലി ചെയ്ത് തീർത്താൽ മതി. എന്താ പറഞ്ഞേ? ആ മാനും ബോയും കൂടെ ചേർന്ന് ഒരു ദിവസം ഒരു ജോലി ചെയ്ത് തീർത്താൽ മതി. അതിനർത്ഥം ഇനി നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന വർക്കുകളൊക്കെ ഏതിന്റെ രൂപത്തിലേക്ക് ആകാൻ പോവുകയാണ്? ഫ്രാക്ഷൻസിന്റെ രൂപത്തിലേക്ക് ആകാൻ പോവുകയാണ്. എഫിഷ്യൻസികളൊക്കെ ഇനി അങ്ങോട്ട് ഫ്രാക്ഷൻ ആകാൻ പോവുകയാണ് ഈ ഒരു ചോദ്യത്തിൽ. കണ്ടോ? എല്ലാ ചോദ്യത്തിലും ഒരുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ല. ഇത് നമ്മുടെ ഒരു തേർഡ് ടൈപ്പ് ആയിട്ട് മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇനി ഈ ചോദ്യം ഏറ്റവും എളുപ്പത്തിൽ ചെയ്തു തീർക്കാനുള്ള ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ, വരയ്ക്കാൻ അറിയുക. എന്തറിയുക? വരയ്ക്കാൻ അറിയുക. ഈ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എന്തറിഞ്ഞാൽ മതിയുടെ? വരയ്ക്കാൻ അറിഞ്ഞാൽ മതി. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ദാണ്ടെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. ഓക്കെ ആണോ? ഇനി ഈ ലൈൻ പ്രകാരമുള്ള ഡേറ്റകൾ എന്താണോ ഇത് ചോദ്യത്തിലുള്ളത് അതിങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇതാ ഞാൻ പറഞ്ഞ ലോജിക്ക് വർക്ക് ചെയ്യണം. എടാ മൊത്തം നമുക്ക് എത്ര ദിവസം എടുത്തു ആ ജോലി തീരാനായിട്ടെന്ന് ചോദിച്ചാൽ മൊത്തം 26 ദിവസം എടുത്തു. അതായത് ഈ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത് എത്ര ദിവസത്തിന്റെ കാര്യമാണ്? 26 ദിവസത്തിന്റെ കാര്യമാണ്. ഇനി ചോദ്യത്തിൽ പറയുന്നത് അവസാനത്തെ 6 ദിവസം. ദാണ്ടെ ഇവിടം തൊട്ടാണ് ആ അവസാനത്തെ ഇത്രയുമാണ് 6 ദിവസം എന്ന് വിചാരിക്കും. ഈ പറയുന്ന 6 ദിവസത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് മാത്രമേ പണിയെടുത്തിട്ടുള്ളൂ? മാൻ ഒറ്റയ്ക്കാണ് പണിയെടുത്തിരിക്കുന്നത്. ആരൊറ്റയ്ക്കാണ് പണിയെടുത്തിരിക്കുന്നത്? മാൻ ഒറ്റയ്ക്കാണ് പണിയെടുത്തിരിക്കുന്നത്. അതിനർത്ഥം എന്താ? അവശേഷിക്കുന്ന 26 ദിവസത്തില് ഈ 6 ദിവസം കഴിച്ചുള്ള ബാക്കി എത്ര ദിവസമുണ്ട്? 20 ദിവസമുണ്ട്. ആ 20 ദിവസവും ആരാ പണിയെടുത്തിരിക്കുന്നത്? മാനും ഒപ്പം ആരും ഉണ്ടായിരുന്നു? ബോയിയും ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? കിട്ടി. മക്കളെ ഇത് വരച്ചാൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടും. എന്താണ് ഇനി കാര്യം എന്ന് പറഞ്ഞുതരാം. എടാ നമ്മൾ പറഞ്ഞു ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അതിനർത്ഥം എത്ര യൂണിറ്റ്സ് ഉണ്ട്? 24 യൂണിറ്റ്സ് ഉണ്ട്. അതിനർത്ഥം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെച്ചാ ചെയ്യുന്നതെന്നല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 20 ദിവസം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പണിയെടുത്തിട്ടുണ്ട്. 20 ദിവസം കൊണ്ട് എത്ര യൂണിറ്റ്സ് ഓഫ് വർക്ക് തീർത്തിട്ടുണ്ടാകും? ഒരു ദിവസം മാനും ബോയും കൂടെ ചേർന്ന ഒരു ദിവസം ഒരു യൂണിറ്റാ. നമ്മൾ എന്താ പഠിച്ചേ? എഫിഷ്യൻസി ഒരു കോൺസ്റ്റന്റ് ആണെന്നാ പഠിച്ചേ. എഫിഷ്യൻസി കോൺസ്റ്റന്റ്. മാനും ബോയും കൂടെ ചേർന്ന് പണിയെടുക്കുന്നു. ഒരു ദിവസം ഒരു യൂണിറ്റ് വെച്ച് മൊത്തം എത്ര യൂണിറ്റ്സ് അവിടെ തീരുമായിരിക്കും? അപ്പോ 20 യൂണിറ്റ്സ് അവിടെ തീർന്നിട്ടുണ്ടാകും. മൊത്തം എത്ര യൂണിറ്റ്സാ? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ്സാ? 24 യൂണിറ്റ്സാ. ഇനി എത്ര അവശേഷിക്കുന്നുണ്ട്? 4 യൂണിറ്റ്സ് അവശേഷിക്കുന്നുണ്ട്. ശരിയാണോ? ഇതെന്തിനു വേണ്ടിയിട്ടാടാ ഈ 4 യൂണിറ്റ്സ് തന്നിരിക്കുന്നത്? ഇവിടാണ് പരിപാടി ഇരിക്കുന്നത്. നോക്കേടാ, നമ്മൾ പറഞ്ഞൊരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എഫിഷ്യൻസി ഓഫ് ദ മാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആയത്. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാന്നാ ഞാൻ പറഞ്ഞേ? ചില കണ്ടീഷനിൽ ടോട്ടൽ വർക്ക് എന്ന് എടുക്കണം, ചില കണ്ടീഷനുകളിൽ എന്തെന്ന് എടുക്കണം? അവൈലബിൾ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് എടുക്കേണ്ടി വരും. ഓക്കെ ആണോ? എന്താ ഞാനത് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ അതാ ഇപ്പൊ പറഞ്ഞുതരാം. ഈ ചോദ്യത്തിനകത്ത് അവൈലബിൾ ആകുന്ന യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ആണ്. ഈ 4 യൂണിറ്റ്സുകൾ ചെയ്തു തീർക്കാൻ ആ മാൻ എടുത്ത ദിവസത്തിന്റെ കാര്യമാണ് അവർ പറയുന്ന 6. അങ്ങനെയാണെങ്കിൽ ഇത് വെട്ടിച്ചെറുതാക്കിയാൽ എനിക്കിത് എവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും? 2/3. കണ്ടോ? എവിടെ 2 വെച്ച് വെട്ടുമ്പോൾ എനിക്കിത് എവിടെ കൊണ്ടുവന്ന് നിർത്താം മക്കളെ? 2/3 എന്ന പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നിർത്താം. അതായത് ഈ തന്നിരിക്കുന്നത് ആരുടെ എഫിഷ്യൻസിയാ? മാനിന്റെ എഫിഷ്യൻസിയാ. ഓക്കെ ആണോ? അപ്പോ നമ്മൾ പറഞ്ഞു മാനിന്റെ എഫിഷ്യൻസി 2/3. ഒന്ന് ആലോചിച്ചോക്കെ, ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആ 1-നകത്ത് നിന്ന് മാനിന്റെ എഫിഷ്യൻസി ആകുന്ന 2/3 മാറ്റിയാൽ കിട്ടുന്ന 1/3 അപ്പൊ ആരുടെ എഫിഷ്യൻസി ആയിരിക്കും? 1/3 എന്ന് പറയുന്നത് ബോയിയുടെ എഫിഷ്യൻസി ആയിരിക്കും. ഓക്കെ ആണോ? എഫിഷ്യൻസി ഓഫ് ബോയി ആയിരിക്കും. ശരിയാണോ? ഇനി പറ, ബോയിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/3. മൊത്തം 24 യൂണിറ്റ്സ് ജോലി അവിടെ ഉണ്ട് എങ്കിൽ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആരെ തരും? നമ്പർ ഓഫ് ഡേയ്സിനെ തരും. ഇത് 1/3 എന്നാണ് എഫിഷ്യൻസി കിടക്കുന്നത്. ഈ 3 അതുകൊണ്ട് എന്ത് ചെയ്യും? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ വഴി ഇനി മുകളിൽ വരും. അപ്പൊ ആൻസർ എന്ത് വരും? 24 ഗുണം 3 എന്ന് വരും. 24 ഗുണം 3 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 72 എന്നാണ്. ഓക്കെ ആണോ? സോ ആൻസർ ഇസ് ബോയ് വിൽ ടേക്ക് 72 ഡേയ്സ്. ഈ ഒരു വര വരച്ച് ഇത് ചെയ്യാൻ അറിയാമെന്നാണെന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ ആണേ? ആ ഒരു ചോദ്യവും പിടികിട്ടിയേ? ഐഡിയ വർക്കായേ? എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാം. അടുത്ത ചോദ്യവും നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യേണ്ട വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് മക്കളെ. ഏത് ചോദ്യമാണെങ്കിലും ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ലോജിക്ക് വർക്ക് ചെയ്താൽ തന്നെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, എന്താ ഈ ചോദ്യത്തിൽ പറഞ്ഞേന്നൊക്കെ? എടാ 60 പേജുകൾ 4
4 മിനിറ്റ് കൊണ്ട് എക്സിന് കോപ്പി ചെയ്യാൻ പറ്റും. എക്സും വൈയും കൂടെ ചേർന്നാണെങ്കിൽ 750 പേജ് 30 മിനിറ്റ് തീരും. എന്നാണെങ്കിൽ വൈയുടെ 100 പേജ് കോപ്പി ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയെന്ന ചോദ്യം. മക്കളെ എളുപ്പം. എക്സ് എന്ന് പറയുന്ന ആൾക്ക് 60 പേജുകൾ 4 മിനിറ്റിൽ പറ്റും. എടാ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് രണ്ടിടത്തും 2 രീതിയിലാണ്. നമുക്ക് ആദ്യമേ ഇവനെ ഒന്ന് റെഡിയാക്കാൻ നോക്കാം. അതായത് 1 മിനിറ്റിൽ എന്ത് പറ്റുമെന്ന് അറിയാൻ 60/4 എന്ന് എടുത്താൽ മതി. അതിനർത്ഥം എന്താ മക്കളെ? 15 പേജുകളാണ് എക്സിന് പറ്റുക. ഓക്കെ ആണോ? ടോട്ടൽ പേജസ് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ടൈം എടുക്കുന്നു. അപ്പോൾ 1 മിനിറ്റിൽ എത്ര എന്ന് കിട്ടും? 15 പേജ് എടുക്കും. എക്സും വൈയും കൂടെ ചേരുമ്പോൾ എത്ര സമയം കൊണ്ടാണ് 750 പേജുകൾ പറ്റുക? 30 മിനിറ്റ് കൊണ്ടാണ്. അപ്പോൾ വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 3 വെച്ച് വെട്ടുമ്പോൾ 25 പേജുകൾ എന്ന് വരും. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. അതിനർത്ഥം എന്താ? ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ആള് എത്ര പേജുകൾ 1 മിനിറ്റിൽ എടുക്കുക? 15 പേജ് എടുക്കും. ശരിയല്ലേ? ഇനി 1 മിനിറ്റിൽ 25 പേജ് വരണമെങ്കിൽ എക്സിന്റെ 15നോടൊപ്പം വൈയുടെ എത്ര പേജ് കൂടെ വരും? 15ഉം 10 പേജ് വരും. ഓക്കെ ആണോ? അതിനർത്ഥം എന്താ? വൈക്ക് 1 മിനിറ്റിൽ 10 പേജുകൾ പറ്റും. ഓക്കെ, എങ്കിൽ 100 പേജ് ആകണമെങ്കിൽ 1 മിനിറ്റിൽ 10 എണ്ണം. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റിലായിരിക്കും എത്ര വരിക? 100 വരിക. 100 പേജ് വരണമെങ്കിൽ എത്ര മിനിറ്റ് അവൻ വർക്ക് ചെയ്യണം? 10 മിനിറ്റ് വർക്ക് ചെയ്യണം. അതാണ് ഓപ്ഷൻ സി അതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? എന്താ ചെയ്തതെന്ന് പിടികിട്ടിയോ? കോമൺ സെൻസ് വർക്ക് ചെയ്താൽ മതി, ലോജിക്ക് വർക്ക് ചെയ്താൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യത്തിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാകുന്ന കപ്പാസിറ്റി എന്നൊരു വാക്ക് കയറി വരുന്നുണ്ട്. അതായത് കപ്പാസിറ്റി എന്തിനെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാ? എഫിഷ്യൻസിയെ കുറിക്കാനുള്ളതാ. കേപ്പബിൾ എന്ന വാക്ക് വരുന്നുണ്ട്. എന്തിനെ കുറിക്കാനുള്ളതാ? എഫിഷ്യൻസിയെ കുറിക്കാനുള്ളതാ. ഡൗട്ടൊന്നുമില്ലല്ലോ, ചെയ്തു പോവാം. ഇത് നോക്കേടാ. അമിത് ഹാസ് ട്വൈസ് കപ്പാസിറ്റി. അപ്പോൾ അമിത് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അതുപോലെ കുശാൽ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ഇവരുടെ എഫിഷ്യൻസിയുടേതാകുന്ന റേഷ്യോയാണ് അവർ പറയുന്നത് കേട്ടോ. എന്തിന്റെ റേഷ്യോയാ? എഫിഷ്യൻസിയുടേതാകുന്ന റേഷ്യോ ആണ് അവർ പറയുന്നത്. ട്വൈസ് കപ്പാസിറ്റി ആർക്കാ ഉള്ളത്? അമിത്തിന്. അതായത് 2:1. കുശാൽ എന്ന് പറയുന്ന ആൾക്ക് 1 ആണെങ്കിൽ അമിത്തിന് 2 ആയിരിക്കും. ട്വൈസ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നുണ്ട് ടുഗെദർ ദേ കംപ്ലീറ്റ് ദ വർക്ക്. അപ്പോൾ അമിത് അതുപോലെ തന്നെ കുശാല് രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി 6 ദിവസം കൊണ്ടാണ് തീരുന്നത്. ഓക്കെ ആണോ? 6 days. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എത്ര ആയിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 2+1 എത്ര ആയിരിക്കും മക്കളെ വരുന്നത്? 3. ഓക്കെ, 2+1 എത്ര ആയിരിക്കും വരുന്നത്? 3. ഓക്കെ ആണോ? എങ്കിൽ ഇനി എന്താ ഇവിടെ ചെയ്യണ്ടേ? നമ്മുടെ കയ്യിൽ ഇവിടെ ടോട്ടൽ വർക്ക് ഇല്ല. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ആരായി മാറും മക്കളെ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. നമ്മൾ എഴുതിയ ഇക്വേഷൻ ഓർമ്മയില്ല? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പോൾ തിരിച്ചും പറഞ്ഞുകൂടെ? ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. അത് തന്നെ ഇവിടെ എടുക്കുന്നുള്ളൂ. സോ എന്ത് വരും ഇവിടെ? 6 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 യൂണിറ്റ്സ് ഓഫ് വർക്ക് ഇവിടെ ഉണ്ട് എന്ന് വരും. ഓക്കെ ആണോ? എത്ര യൂണിറ്റ്സാ? 18 യൂണിറ്റ് ഓഫ് വർക്ക് ഇവിടെ ഉണ്ട് എന്ന് വരും. ഇനി പറ, അവർ ചോദിക്കുന്നത് കുശാലിന് എത്ര ദിവസം വേണമെന്നാ. കുശാലിന്റെ എഫിഷ്യൻസി എത്രയാ? 1. സോ കുശാല് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നറിയാൻ കുശാലിന്റെ എഫിഷ്യൻസി 1 അല്ലേ? പറയടാ. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി 18 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 18. സോ കുശാൽ എത്ര ദിവസം കൊണ്ടാ ജോലി ചെയ്ത് തീർക്കും? 18 ദിവസം കൊണ്ടാ ജോലി ചെയ്ത് തീർക്കും. ഡൗട്ട് ഒന്നുമില്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈ സെയിം പാറ്റേൺ തന്നെ. അടുത്ത ചോദ്യം നോക്കേ. ട്വൈസ് കേപ്പബിൾ ആണ്. അപ്പോൾ ഹിമാൻഷു ഉണ്ട്, പിന്നെ ആരുള്ള? അങ്കിത് ഉണ്ട്. എഫിഷ്യൻസിയുടേതാകുന്ന റേഷ്യോ ആണ് ചോദ്യം പറയുന്നത്. ഇവിടെ ഹിമാൻഷു ആണ് ട്വൈസ് കേപ്പബിൾ. ആരേക്കാൾ? അങ്കിത്തിനേക്കാൾ. അവിടെ 2:1 എന്ന് റേഷ്യോ വരും. ഇനി ടുഗെദർ ദേ ഫിനിഷ് ദ വർക്ക് ഇൻ 16 days എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹിമാൻഷുവും അങ്കിത്തും കൂടെ ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ 16 ദിവസം കൊണ്ട് ആ ജോലി തീരും. രണ്ടുപേരുടെ എഫിഷ്യൻസി അറിയാൻ ഇത് രണ്ടും കൂടെ കൂട്ടുക 3. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ എത്ര വരും? 16 × 3 എത്ര ആയിരിക്കും? 16 × 3 എന്ന് പറഞ്ഞാൽ 16 × 3 48. ശരിയല്ലേ? ടോട്ടൽ വർക്ക് 48. ഇനി അവർ ചോദിക്കുന്നത് അങ്കിത് അലോൺ എത്ര ദിവസം കൊണ്ടെന്ന്. അങ്കിത്തിന്റെ എഫിഷ്യൻസി 1 അല്ലേ? സോ അങ്കിത്തിന്റെ എഫിഷ്യൻസി 1 ആകുമ്പോൾ 48 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 48 നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ടായിരിക്കും ആ ജോലി കംപ്ലീറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ.
മനസ്സിലാക്കാൻ പറ്റുമല്ലോ മക്കളെ. അപ്പോൾ നമ്മൾ പഠിച്ചതാകുന്ന ടൈപ്പുകൾ ഒന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് LCM ചെയ്തു പോകേണ്ടതാകുന്ന LCM മെത്തേഡിലൂടെ ചെയ്യുമ്പോൾ LCM കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമുക്ക് കൊണ്ട് നോക്കുമ്പോൾ തന്നെ ചില ചോദ്യങ്ങൾ പറ്റും, ചില ചോദ്യങ്ങൾ നോക്കിയാൽ പറ്റൂല. അതിന് നിങ്ങൾ ഏത് മെത്തേഡ് തന്നെ നോക്കി വെക്കണം? സ്ലാഷ് മെത്തേഡ് തന്നെ നോക്കി വെക്കണം. ഓക്കെ ആണോ? ഇനി അത് കഴിഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും അതിൽ നിന്ന് ഓപ്പണായി വരുന്ന ഓരോ ലോജിക്കുകളുണ്ട്. ആ ലോജിക്കിലൂടെ വേണം നമുക്ക് എന്ത് ചെയ്തു പോകാൻ? ആൻസറിലേക്ക് ചെയ്ത് എത്താൻ വേണ്ടിയിട്ട് ആ ലോജിക്കുകളൊക്കെ നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്നും എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനനുസരിച്ചിട്ട്, ഇപ്പൊ കേപ്പബിൾ എന്ന വാക്ക് തന്നാൽ, കപ്പാസിറ്റി എന്ന വാക്ക് തന്നാൽ, ഇതൊക്കെയാണ് ആ ലോജിക്ക്. വേർഡ് ബൈ വേർഡ് ആയിട്ട് വേണം നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ കൂടുതലാകുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലൂടെ പരിചയപ്പെടാം. ഓക്കെ, ബൈ.